ദുബായിൽ ബൈക്ക് ഡെലിവറി ഡ്രൈവർക്ക് തൊഴിലവസരം. മാസം 80,000 രൂപയ്ക്ക് മുകളിൽ കമ്മീഷൻ അടിസ്ഥാനത്തിൽ വരുമാനം നേടാൻ അവസരം. അൽ ഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, ഫസ്റ്റ് ഫ്ലോർ, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നമസ്കാരം. പ്രധാന വാർത്തകൾ. വായനയെ സമീപിക്കേണ്ടത് നാളെയുടെ ഗതി നിർണ്ണയിക്കും വിധമാകണമെന്ന് കഥാകൃത്ത് വൈശാഖൻ. ഇടതുപക്ഷക്കാരിൽ ആ ഗുണമുണ്ട്. വായനക്കാരനെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് അത്തരമൊരു സമീപനം കാണുന്നില്ലെന്നും വൈശാഖൻ. പാലക്കാട് ലൈബ്രറി കൗൺസിലിന്റെ ത്രിദിന പുസ്തകോത്സവത്തിന് തുടക്കം. തൃപ്പുറ്റപ്പാടത്ത് സാമൂഹ്യവിരുദ്ധർ അറവുമാലിന്യം തള്ളിയ സംഭവത്തിൽ BJP നടത്തിയത് സമരാഭാസമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. BJP പ്രകടിപ്പിച്ചത് ഷൊർണൂരിനെ ശുചിത്വ നഗരസഭയാക്കിയതിലുള്ള അസഹിഷ്ണുത. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അറവുമാലിന്യം നീക്കാൻ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾക്ക് സൗകര്യമൊരുക്കാൻ മുന്നോട്ട് വരികയാണ് വേണ്ടിയിരുന്നതെന്നും ചെയർമാൻ. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫോർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടി. കംഫോർട്ട് സ്റ്റേഷനും താൽക്കാലികമായി അടച്ചത് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യത്തിൽ. നഗരസഭാ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP. LDF തൃശൂർ ജില്ലാ കൺവീനറായി PK ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. LDF ജില്ലാ കമ്മിറ്റി യോഗം പുതിയ കൺവീനറെ തെരഞ്ഞെടുത്തത് KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിൽ. PK ചന്ദ്രശേഖരൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. കഞ്ചിക്കോട് വാളയാർ വനയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി. വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത് 16 കാട്ടാനകൾ. ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തിയത് ഒരു കുട്ടിയാന ഉൾപ്പെടെ 5 ആനകൾ. ആനകൾ കൂട്ടം തെറ്റിയെത്തിയതാകാമെന്ന് സംശയം. ട്രോളിംഗ് നിരോധനം തുടങ്ങി. യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം. പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് വിലക്കില്ല. വാർത്തകൾ വിശദമായി. വായനയെ കാണേണ്ടത് നാളെയുടെ ഗതി നിർണ്ണയിക്കും വിധമാകണമെന്ന് കഥാകൃത്ത് വൈശാഖൻ. പാലക്കാട് ലൈബ്രറി കൗൺസിൽ ത്രിദിന പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പുസ്തക വായനയിൽ മുന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷക്കാരിൽ ആ ഗുണമുണ്ടെന്ന് വൈശാഖൻ പറഞ്ഞു. വായനക്കാരനാണെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് അത്തരമൊരു സമീപനം കാണുന്നില്ല. പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ചരിത്രങ്ങളെയും വക്രീകരിക്കുന്ന കാലഘട്ടത്തിൽ പുനർവായനകളും സംവാദങ്ങളും തുടർന്നുകൊണ്ടിരിക്കണമെന്നും വൈശാഖൻ പറഞ്ഞു. എടുപ്പിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള രാഷ്ട്രീയക്കാർ എത്ര പേർ പുസ്തകം വായിക്കുന്നുണ്ട് എന്ന് ഒരു സെൻസസ് ആരും എടുത്തിട്ടില്ല. വായിക്കുന്നുണ്ടെങ്കിൽ അവരതിൻ്റെ വിവേചനം നമ്മുടെ ഭരണ സംവിധാനത്തെ നിയന്ത്രിക്കുന്നതിൽ കാണിക്കുക തന്നെ ചെയ്യും. നമ്മൾ അറിഞ്ഞെടുത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരാണ് പുസ്തകങ്ങൾ വായിക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും നല്ലൊരു വായനക്കാരനാണ് എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയാം അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിനും വെച്ചും അത് കാണുന്നില്ല, കേൾക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു പിടിയില്ല. പക്ഷേ ഈ തൻ്റെ റോൾ ഇപ്പോൾ ഇതാണ്. ഇപ്പോൾ ഒരാൾ ചീത്ത പറയാനായിട്ട് കല്ല് വാങ്ങിച്ചു കൊടുത്തിട്ട് അയാളെന്ത് ചെയ്യും? അയാളുടനെ തന്നെ സുഗതകുമാരുടെ പാവം മാനവ ഹൃദയം ചൊല്ലും. അയാൾ ചീത്ത പറയും. അപ്പോൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ത് കാരണവശാലും ചീത്ത പറയാമെന്ന്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് നല്ല വ്യക്തിപരമായിട്ട് പരിചയമുള്ള ആളാണ്, നന്നായിട്ട് വായിക്കുന്ന ആളാണ് അദ്ദേഹം. പക്ഷേ ഇതാണ് സ്ഥിതി. അപ്പോൾ ശരിക്കും ഈ വിവരത്തിൽ നമ്മളെ വിവരങ്ങൾ ശേഖരിക്കുന്നത്, ഇപ്പോൾ ഗൂഗിൾ വന്നതിൽ പിന്നെ വിവരങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്ത് കാര്യമാണ് ഞാൻ ചോദിക്കാം. പിന്നെ ChatGPT ചോദിക്കാം. ഇന്നലെ 2 ദിവസമായിട്ട് അത് പണിമുടക്കിയെന്ന് പറയുന്നത് ചോദിക്കാം. നാളെ സംഗതി ആകെ മാറുകയാണ്. നമുക്കറിയാം, ഇൻ്റർനെറ്റ് വിവരസാങ്കേതികത വന്നതോടുകൂടി വലിയ വലിയ വിപ്ലവം, ഒരുപക്ഷെ ഇത്രയും വലിയ വിപ്ലവം അടുത്ത നൂറ്റാണ്ടുകൾക്കുള്ളിൽ മനുഷ്യരാശി സംഭവിച്ചിട്ടില്ല.
ചെയർമാൻ ടി.കെ. നാരായണദാസ് അധ്യക്ഷത വഹിച്ചു. മണ്ണൂർ ചന്ദ്രൻ, ഇയ്യങ്കോട് ശ്രീധരൻ, എം. കൃഷ്ണദാസ്, എൻ. രാമകൃഷ്ണൻ, വി. എം. ഷൺമുഖദാസ് എന്നിവരുടെ പുസ്തകങ്ങൾ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ. ബിനുമോൾ, മുണ്ടൂർ സേതുമാധവൻ, എം. ബി. മിനി, ശ്രീകൃഷ്ണപുരം മോഹൻദാസ്, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ടി. ആർ. അജയൻ, വി. കെ. ചന്ദ്രൻ, വി. കെ. ജയപ്രകാശ്, ജ്യോതിഭായ് പരിയാടത്ത്, പി. സി. എലിയാമ്മ, കെ. ജയദേവൻ, രാജേഷ് മേനോൻ എന്നിവർ പ്രസംഗിച്ചു. ചരിത്രം, യാത്രാവിവരണം, ആത്മകഥകൾ, പുരാണം, കഥ, കവിത, നോവൽ, ഇതിഹാസം തുടങ്ങി എല്ലാ മേഖലകളിലെയും പുസ്തകങ്ങൾ മേളയിൽ വിലക്കുറവിൽ ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. LDF തൃശൂർ ജില്ലാ കൺവീനറായി പി. കെ. ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. LDF ജില്ലാ കമ്മിറ്റി യോഗമാണ് പി. കെ. ചന്ദ്രശേഖരനെ കൺവീനറായി തെരഞ്ഞെടുത്തത്. CPI ജില്ലാ സെക്രട്ടറി കെ. വത്സരാജന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി ആയതോടെയാണ് പുതിയ കൺവീനറെ തെരഞ്ഞെടുത്തത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പി. കെ. ചന്ദ്രശേഖരൻ. തൃപ്പുറ്റപ്പാടത്ത് സാമൂഹ്യവിരുദ്ധർ അറവ് മാലിന്യം തള്ളിയ വിഷയത്തിൽ BJP നടത്തിയത് സമരാഭാസമെന്ന് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. മാലിന്യവുമായി നഗരസഭയിലെത്തി BJP പ്രവർത്തകർ കഴിഞ്ഞ ദിവസം സെക്രട്ടറിയെ ഉപരോധിച്ച സംഭവത്തോട് പ്രതികരിക്കുകയായിരുന്നു ചെയർമാൻ. തൃപ്പുറ്റപ്പാടത്ത് അറവ് മാലിന്യം തള്ളിയ വിഷയത്തിൽ നഗരസഭ സത്വര ഇടപെടൽ നടത്തിയിരുന്നെന്ന് ചെയർമാൻ MK ജയപ്രകാശ് പറഞ്ഞു. അറവ് മാലിന്യങ്ങൾ മറവ് ചെയ്യാൻ പിറ്റേന്നു തന്നെ കണ്ടിജന്റ് ജീവനക്കാരെ സ്ഥലത്തെത്തിച്ചു. സമരം ചെയ്യുന്ന BJPക്കാർ നാടിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഇവരുമായി സഹകരിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ ഇത് നഗരസഭയ്ക്കെതിരായ ആയുധമാക്കി മാറ്റാനാണ് BJP ശ്രമിച്ചതെന്നും ചെയർമാൻ പറഞ്ഞു. BJP കൗൺസിലർമാർ ഇത്തരം വിഷയങ്ങളിൽ പൊതുവെ രാഷ്ട്രീയ ലാഭം നോക്കിയുള്ള ഇടപെടലാണ് നടത്തുന്നത്. മാലിന്യം മറവു ചെയ്യാൻ സമ്മതിക്കാതെ നഗരസഭാ സെക്രട്ടറിക്ക് മുന്നിലേക്ക് ഉന്തുവണ്ടിയിലെത്തിച്ചത് തികഞ്ഞ സമരാഭാസമാണെന്നും ചെയർമാൻ പറഞ്ഞു. കുളപ്പുള്ളിയിലുള്ള തൃപ്പറ്റ പാടത്ത് അറവ് മാലിന്യം 2 ദിവസം മുമ്പ് തള്ളിയിട്ട് പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നഗരസഭ കണ്ടിജന്റ് ജീവനക്കാരെ കൊണ്ടുപോവുകയും ആദ്യത്തെ ദിവസം അത് മറവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചതാണ്. രണ്ടാമത്തെ ദിവസം വീണ്ടും കണ്ടപ്പോഴാണ് ഇവിടെ വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കണ്ടിജന്റ് ജീവനക്കാർ വീണ്ടും പോയി അതെടുത്ത് മാറ്റാൻ. അങ്ങനെ മാറ്റാനായിട്ട് പോയാൽ സ്വാഭാവികമായിട്ടും നാടിനോട് സ്നേഹവും പ്രതിബദ്ധതയുമുള്ള ആളുകളാണെങ്കിൽ അത് നമ്മുടെ നഗരസഭയുടെ കണ്ടിജന്റ് ജീവനക്കാർ അത് മറവ് ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാനുള്ള സൗകര്യമാണ് സാധാരണ ചെയ്യുന്നത്. എന്നാൽ അതിന് വിഭിന്നമായിട്ട് നഗരസഭയിലെ ചില BJPയുടെ കൌൺസിലർമാർ അത് മറവ് ചെയ്യാൻ സമ്മതിക്കാതെ അവിടുന്ന് ഈ മാലിന്യം അത് ഷൊർണൂർ നഗരസഭയുടെ സെക്രട്ടറിയുടെ ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്ന് വെച്ച് തികച്ചും ഒരു രാഷ്ട്രീയ സമരാഭാസം എന്ന് വേണമെങ്കിൽ പറയാൻ, അസംബന്ധം എന്നാണ് ഇവർ പറയുന്നത്. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും വർഷത്തിനിടെ നഗരസഭ നടത്തിയത്. ഇത് BJPയെ അസഹിഷ്ണുതയിലാക്കിയിട്ടുണ്ടെന്നും ഈ അസഹിഷ്ണുതയാണ് ഇത്തരം സമര നാടകങ്ങൾക്ക് പിന്നിലെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കെനിയയിൽ ടൂറിസ്റ്റ് വാഹനം കൊക്കയിൽ മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച മണ്ണൂർ സ്വദേശികളായ അമ്മയുടെയും മകളുടെയും മരണം നാടിന് നൊമ്പരമായി. ചൊവ്വാഴ്ച രാവിലെയാണ് മരണം വീട്ടുകാർ സ്ഥിരീകരിച്ചത്. ജൂൺ 28 നാട്ടിൽ വരാനിരിക്കെയാണ് ദുരന്തവിധി മാതാപിതാക്കളെ തേടിയെത്തിയത്. മണ്ണൂർ കാഞ്ഞനമ്പാറ പുത്തൻവീട്ടിൽ രാധാകൃഷ്ണൻ ശാന്തി ദമ്പതികളുടെ മകൾ 41 വയസ്സുള്ള റിയയും റിയയുടെ 7 വയസ്സുള്ള മകൾ ടൈറയുമാണ് അപകടത്തിൽ മരിച്ചത്. എല്ലാ വർഷവും 1 മാസം ലീവിൽ ഇവർ വീട്ടിൽ വന്ന് പോകാറുണ്ട്. 6 വർഷമായി റിയയും ഭർത്താവും അടങ്ങുന്ന കുടുംബം ഖത്തറിലെ ബക്രയിലാണ് താമസം. മരിച്ച റിയ ദോഹ എയർപോർട്ടിലാണ് ജോലി ചെയ്തു വരുന്നത്. ഭർത്താവ് ജോയൽ ഖത്തറിൽ ട്രാവൽ ഏജൻസി നടത്തിവരുന്നു. ഈ മാസം 28 മകളുടെയും പേരമക്കളുടെയും വരവും കാത്തിരിക്കെയാണ് മരണം കുടുംബത്തെ തേടിയെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് ഇന്ത്യൻ സമയം 6-നാണ് അപകടമുണ്ടായത്. അപകടം സംഭവിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുടുംബവുമായി റിയ ബന്ധപ്പെട്ടിരുന്നു. അപകടത്തിൽ ഭർത്താവ് ജോയലും മകൻ ട്രാവിസും പരിക്കേറ്റ ചികിത്സയിലാണ്. ബക്രീദിന്റെ ഭാഗമായി ഖത്തറിൽ നിന്നും ഇവരടങ്ങുന്ന സംഘം ടൂർ പോകുന്നതിനിടെ കെനിയയിലെ നൈറോബിയിൽ ഇവർ സഞ്ചരിച്ച ബസ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം. ജൂൺ 5-നാണ് കെനിയയിലേക്ക് ഗ്രൂപ്പ് ടൂർ പോയത്. ടൂർ കഴിഞ്ഞ് ജൂൺ 10 ഖത്തറിലേക്ക് തിരിച്ചെത്തേണ്ടതായിരുന്നു. മരണവാർത്ത അറിഞ്ഞതോടെ നിരവധി പേരാണ് മണ്ണൂർ കാഞ്ഞിരമ്പാറയിലെ ഋഷി മനസ്സിലിൽ എത്തിയത്. MLA ശാന്തകുമാരി കുടുംബവുമായി ബന്ധപ്പെട്ടു.
തുടർന്ന് മുഖ്യമന്ത്രിയുമായും ബന്ധപ്പെട്ട് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തിവരുന്നതായി അറിയിച്ചു. സംഭവമറിഞ്ഞ് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും വീട്ടിലെത്തി. മണ്ണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിത, വൈസ് പ്രസിഡന്റ് ഒ വി സ്വാമിനാഥൻ എന്നിവരും സ്ഥലത്തെത്തി. ഇന്ന് കാലത്താണ് റെയ്യും അതുപോലെ തന്നെ അവരുടെ മകൾ ഡയറിയും മരണപ്പെടുകയും ഭർത്താവും അതുപോലെ തന്നെ മോനും പരിക്കുകളോടെ ചികിത്സയിലുമാണ് എന്നുള്ള വിവരം അറിയാൻ വേണ്ടി കഴിഞ്ഞത്. വിവരം അറിഞ്ഞ മാത്രയിൽ കോങ്ങാട് MLA അഡ്വക്കേറ്റ് ശാന്തകുമാരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോർക്കയും അതുപോലെ തന്നെ കെനിയൻ ഹൈ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ആവശ്യമായ ചികിത്സയും മരണമടഞ്ഞവരെ അടിയന്തരമായി നാട്ടിൽ എത്തിക്കാൻ വേണ്ട ഇടപെടലുകളും നടത്തിയിട്ടുണ്ട്. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിലെത്തിച്ച ശേഷം മണ്ണൂരിലെ വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭർത്താവ് ജോയലിന്റെ നാടായ പോതന്നൂരിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ നഗരസഭ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ അടച്ചു. ഇതോടെ യാത്രക്കാരും ബസ് ജീവനക്കാരും വലിയ പ്രയാസത്തിലാണ്. സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യത്തിലാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചിട്ടത്. മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് വ്യാപക പരാതിക്കിടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത്. ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് മലിനജലം തളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുണ്ടായിരുന്നത്. താൽക്കാലികമായി നഗരസഭ നേരത്തെ പ്രശ്നം പരിഹരിച്ചെങ്കിലും മഴ പെയ്തതോടെ വീണ്ടും മലിനജലം പുറത്തേക്ക് ഒഴുകിത്തുടങ്ങി. കംഫർട്ട് സ്റ്റേഷൻ ഉപയോഗിക്കാൻ കഴിയാതായതോടെ താൽക്കാലികമായി പൂട്ടിയിടുകയായിരുന്നു. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന മാലിന്യം ബസ് സ്റ്റാൻഡിലേക്ക് ഒഴുകിയെത്തുന്നത് ബസ് യാത്രക്കാരെയും ജീവനക്കാരെയും ദുരിതത്തിലാക്കുന്നുണ്ട്. ദിനംപ്രതി നിരവധി ബസ് യാത്രക്കാരാണ് ഷൊർണൂർ ബസ് സ്റ്റാൻഡിലെത്തുന്നത്. ഷൊർണൂർ മാർക്കറ്റിലേക്ക് നിരവധി ആളുകൾ എത്തുന്നത് ഈ റോഡിലൂടെയാണ്. മലിനജലം റോഡിലൂടെ ഒഴുകുന്നത് ദുർഗന്ധം വമിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇപ്പോൾ ഈ നമ്മുടെ നഗരസഭയുടെ കംഫർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് കാണാവുന്ന കേസാണ്. ഈ ചെറിയ മാലിന്യം മാത്രമല്ല, ഇത് മറ്റേ മാലിന്യം തന്നെയാണ്. ഇവിടെ നഗരസഭയ്ക്ക് അവാർഡ് വാങ്ങി നഗരസഭ ശുദ്ധീകരണ പ്രവൃത്തിയിലും മറ്റു കാര്യത്തിലും എല്ലാം കൊണ്ടും അവാർഡ് വാങ്ങിയ നഗരസഭ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതാണോ ഇവിടുത്തെ അവാർഡ് കൊടുത്തേക്കണേ എന്നുള്ളതാണ് നമുക്ക്. ചീഞ്ഞു നാറുന്ന ഒരു പരിസരവും കംഫർട്ട് സ്റ്റേഷനും ഉള്ളിൽ കയറി കണ്ണീര് ഒഴുക്കിയിട്ടേ പോകുള്ളൂ. സബോളയല്ല അതിൻ്റെ ഉള്ളിൽ, കണ്ണീര് ഒഴുക്കേണ്ട സ്ഥിതിയാണ് അതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെയുള്ള എല്ലാ നാശപ്രവൃത്തികളും അതിൻ്റെ അപ്പുറത്തെ മാർക്കറ്റ്, പൊളിഞ്ഞു കിടക്കണ മാർക്കറ്റ്, കടക്കാരെ ഒഴിവാക്കി അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ തോന്നിയാസ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. മലമൂത്ര വിസർജനം വരെ. എന്നിട്ടും അവാർഡ് കൊടുത്തു അതിനെങ്കിൽ സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം നീക്കം ചെയ്താലേ പ്രശ്നത്തിന് പരിഹാരമാകൂ. ഈ പ്രദേശത്ത് കൊതുകുകളുടെ ശല്യം രൂക്ഷമാണെന്നും പരാതിയുണ്ട്. കംഫർട്ട് സ്റ്റേഷന് സമീപം നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. യാത്രക്കാർക്ക് പുറമെ നിരവധി ബസ് ജീവനക്കാരും കംഫർട്ട് സ്റ്റേഷനെ ആശ്രയിക്കുന്നുണ്ട്. തൃശൂർ ഒറ്റപ്പാലം റൂട്ടിലോടുന്ന ബസ്സുകൾക്ക് ഷൊർണൂർ ബസ് സ്റ്റാൻഡിലാണ് നിർത്തിയിടാൻ അല്പസമയമെങ്കിലും ലഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കംഫർട്ട് സ്റ്റേഷൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ വൃത്തിയാക്കണമെന്ന് BJP നേതാവ് MP സതീഷ് കുമാർ ആവശ്യപ്പെട്ടു. ഷൊർണൂർ നഗരസഭയുടെ പ്രധാന ബസ് സ്റ്റാൻഡാണ് ഷൊർണൂരിലെ ടൗൺ ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ കുറേ കാലമായി, ഇന്നും മതിയൊന്നുമല്ല, കുറേ കാലമായി ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് ലീക്കാവും. റോട്ടിൽ കൂടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ഒലിച്ച് റോട്ടിൽ കൂടെ പോവും, ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങും. അത് നേരെ ചാല് വഴി ഭാരതപ്പുഴയിലേക്ക് പോകും. അത് കുറേ അത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതിനോട് സിമെന്റിട്ട് ഒരു ഒട്ടയടക്കൽ മാത്രമാണ് കാണുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസം കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ടു. എന്നിട്ട് പണിയെടുത്തു എന്നാണ് പറയുന്നത്. വീണ്ടും ഇന്നിതാ പൂട്ടിയിരിക്കണു. ഇത് വീണ്ടും അതിന് ഒലിച്ചിറങ്ങുകയാണ്. മലമൂത്രം തന്നെയാണ്, പക്ക മലമൂത്രമാണ്. ഈ ടാങ്ക് ക്ലീനാക്കൽ ചെയ്യുന്നില്ല, വെറുതെ ഒരു ഓട്ടടക്കൽ മാത്രമാണ്. ഇതാണോ ഷൊർണൂർ നഗരസഭയുടെ ശുചിത്വം? ഇതിനാണോ കേരള ഗവൺമെന്റ് അവാർഡ് കൊടുത്തത്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷൊർണൂർ നഗരസഭയ്ക്ക് അവാർഡ് കൊടുത്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. പല മേഖല നോക്കുമ്പോഴും ചീഞ്ഞു നാറി കിടക്കുന്ന അവസരം കാണുന്നു. അതിന്റെ ഉത്തമ ഉദാഹരണം ആയിരക്കണക്കിന് ആളുകൾ വരുന്ന ഷൊർണൂർ ബസ് സ്റ്റാൻഡിൽ കംഫർട്ട് സ്റ്റേഷൻ അടച്ചതിനെതിരെ പ്രതിഷേധവുമായി BJP രംഗത്ത് വന്നു. മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ, സെക്രട്ടറി K പ്രസാദ്, KT രവിദാസ് എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രതിഷേധമറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വറുതിയുടെ പെരുമഴക്കാലവുമായി ട്രോളിംഗ് നിരോധനത്തിന് തുടക്കം. ഇനിയുള്ള ദിവസങ്ങളിൽ കേരള തീരത്ത് യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനം നടത്താനാകില്ല. പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ പോകുന്നതിന് വിലക്കില്ല. ഇന്നലെ അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന ട്രോളിംഗ് നിരോധനം അഴീക്കോട് മുനമ്പം മേഖലയിലെ 15,000-ഓളം തൊഴിലാളികളെയാണ് നേരിട്ട് പ്രതിസന്ധിയിലാക്കുന്നത്. ഇന്ധനവില വർധനവും മത്സ്യക്ഷാമവും മൂലം മത്സ്യബന്ധന മേഖല
പ്രതിസന്ധി നേരിടുന്ന സമയത്താണ് ട്രോളിംഗ് നിരോധനം വന്നെത്തുന്നത്. ദിവസങ്ങളോളം കടലിൽ തങ്ങി മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകൾക്കും 24 മണിക്കൂർ മാത്രം കടലിൽ കഴിയുന്ന ചെറിയ ബോട്ടുകൾക്കും ഒരേ രീതിയിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇക്കുറിയും ഉയർന്നിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലം പൊതുവെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയ്ക്ക് ഉണർവിൻ്റെ കാലമാണ്. എന്നാൽ ഇക്കുറി കൊച്ചി ബേപ്പൂർ കപ്പലപകടങ്ങൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളിലും ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. ചെറിയ ബോട്ടുകൾക്ക് ട്രോളിംഗ് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കണമെന്ന് ബോട്ട് ജീവനക്കാരനും പൊതുപ്രവർത്തകനുമായ നൌഷാദ് കൈതവളപ്പിൽ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പരമ്പരാഗത തൊഴിലാളികൾക്ക് മത്സ്യം പിടിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല എന്നുള്ളതും ഈ കാലയളവിലെ ഒരു സുപ്രധാന തീരുമാനമാണ്. എല്ലാ ട്രോളിംഗ് നിരോധന സമയത്തും അങ്ങനെ തന്നെയാണ് സർക്കാർ തീരുമാനമെടുക്കാറുള്ളത്. ഈ കേരളത്തിലെ മത്സ്യ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എല്ലാവരും തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും അതിൻ്റെ നടത്തിപ്പുകാരും എല്ലാവരും തന്നെ കഴിഞ്ഞ 1-2 വർഷക്കാലമായി മത്സ്യ സമ്പത്തിൻ്റെ ലഭ്യതയിൽ വന്നിട്ടുള്ള ഇടിവിൻ്റെ ഭാഗമായി അവരെല്ലാവരും തന്നെ വലിയ കടത്തിലും കടക്കണിയിലുമാണ് ഇന്നുള്ളത്. അതിനൊപ്പം തന്നെയാണ് ഈ ട്രോളിംഗ് നിരോധനം കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് ട്രോളറുകൾ, ബോട്ടുകൾ വല്ലാത്ത പ്രയാസത്തിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ സൂചിപ്പിച്ച പോലെ, മുൻ വർഷങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൃത്യമായൊരു പഠനം സർക്കാർ തലത്തിൽ നടത്തുകയും ബോട്ടുകളുടെ കാറ്റഗറി തിരിച്ചുകൊണ്ട് ട്രോളിംഗ് നിരോധന സമയത്ത് കടലിൽ കഴിയാവുന്ന ബോട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളൊപ്പം തന്നെ മീൻ പിടിക്കാനുള്ള അനുവാദം കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കുളപ്പുള്ളി സംസ്ഥാന പാതയിൽ പത്തിരിപ്പാല ടൗൺ മുതൽ പഴയ ലക്കിടി വരെയുള്ള ഭാഗങ്ങളിൽ വലിയ ഗർത്തങ്ങൾ. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ ചേനനട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പത്തിരിപ്പാല ചന്ത, 14 മൈൽ, മൗണ്ട് സീന എന്നിവിടങ്ങളിലാണ് ഗർത്തങ്ങൾ രൂപപ്പെട്ടത്. മൗണ്ട് സീനയ്ക്ക് സമീപത്തുള്ളത് 3 അടി താഴ്ചയും 1 മീറ്റർ വീതിയിലുള്ള ഗർത്തങ്ങളാണ്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. വാഹനങ്ങൾക്ക് അടുത്തെത്തിയാലേ കുഴികൾ കാണാനാകൂ. വലിയ വാഹനങ്ങൾക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും ചെറുവാഹനങ്ങളാണ് കുഴികളിൽ പെട്ടുമറയുന്നത്. ഇത്രയും വലിയ കുഴികൾ രൂപപ്പെട്ട് മാസങ്ങളേറെയായെങ്കിലും ഇന്നേവരെ ഇവ മൂടാൻ പൊതുമരാമത്ത് നടപടിയായില്ല. തുടർന്നാണ് നാട്ടുകാർ കുഴികളിൽ ചേനനട്ട് പ്രതിഷേധിച്ചത്. നടപടിയുണ്ടായില്ലെങ്കിൽ ജനകീയ സമരങ്ങളുമായി നാട്ടുകാരും യാത്രക്കാരും രംഗത്ത് വരുമെന്നും മുന്നറിയിപ്പ് നൽകി. പൊതുപ്രവർത്തകരായ ജാഫർ പത്തിരിപ്പാല, ശംസുദ്ദീൻ മാങ്കുർശി, നാട്ടുകാരായ പി മുഹമ്മദ് കുട്ടി, PA സദ്ദാം, സെയ്തുപ്പ എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് കുളപ്പുള്ളി ഹൈവേ ആണ് ഏറ്റവും നല്ല റോഡ് എന്നുള്ള ഖ്യാതി കിട്ടിയ റോഡ് കൂടെയാണ്. ഇന്ന് റോഡിൻ്റെ അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. വളരെ ദയനീയമാണ്. വലിയ കുഴി എന്നങ്ങനെ പറയാൻ കഴിയില്ല, ഇത്രയും വലിയ കുഴിയാണ്. ചെറിയ ബൈക്കുകളും അതുപോലെ ചെറിയ വാഹനങ്ങളൊക്കെ തട്ടി വലിയ അപകടങ്ങൾ സംഭവിക്കാവുന്ന അവസ്ഥയിലാണ്. ഇതിനെതിരെ അധികൃതർ കണ്ണടിക്കുക, ഈ ചെറിയ ഓട്ടയടയ്ക്കൽ നടത്തി രക്ഷപ്പെടുക. ഇതിന് ശാശ്വത പരിഹാരം ഉടനെ കാണും. ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കഞ്ചിക്കോട് വാളയാർ വനയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി. മാസങ്ങളായി ഈ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന 16 കാട്ടാനകളിൽ 5 എണ്ണമാണ് ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തിയത്. കഞ്ചിക്കോട് ചെല്ലങ്കാവിലും കൊട്ടാമുട്ടിയിലുമാണ് കാട്ടാനകളെത്തിയത്. ഇക്കൂട്ടത്തിൽ ഒരു കുട്ടിക്കൊമ്പനും 2 കൊമ്പന്മാരും 2 പിടിയാനകളുമുണ്ട്. ഇവ കൂട്ടം തെറ്റി എത്തിയതാണോ എന്ന സംശയത്തിലാണ് വനംവകുപ്പ്. ഇന്നലെയും ഇന്നും രാവിലെ മുതൽ ജനവാസ മേഖലയ്ക്കടുത്ത് പറമ്പിൽ നിലയുറപ്പിച്ച ആനകളെ വനംവകുപ്പെത്തി പടക്കമെറിഞ്ഞ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയെങ്കിലും ഇവ വീണ്ടും തിരിച്ചെത്തി. ജനവാസ മേഖലയിലെത്തി വ്യാപകമായി കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. തെങ്ങുകളും വാഴകൃഷിയും നശിപ്പിച്ചു. വീടുകൾക്ക് സമീപവും ആനക്കൂട്ടം നിലയുറപ്പിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി വൈകി ഇവയെ തുരത്തിയെങ്കിലും രാവിലെ വീണ്ടും തിരിച്ചെത്തി. കഴിഞ്ഞയാഴ്ചയാണ് തമിഴ്നാട് ഒറ്റയാനെ 10 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വനംവകുപ്പിന്റെ ദൗത്യസംഘം വാളയാർ നടുപ്പതി ഉൾവനത്തിലേക്ക് തുരത്തിയത്. ഈ ആനയുടെ സാന്നിധ്യമില്ലാതായതോടെ 2 ദിവസത്തിനപ്പുറം അപകടകാരിയായ പാലക്കാട് ടസ്കറും ചുരുളിക്കൊമ്പനും ജനവാസ മേഖലയിലേക്ക് എത്തി വ്യാപക കൃഷിനാശം വിതച്ചിരുന്നു. പ്രദേശത്ത് വനംവകുപ്പ് കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട്. നാട്ടിലെത്തിയ കാട്ടാനകളിൽ ഏറ്റവും അപകടകാരിയാണ് PT-14 പാലക്കാട് ടസ്കർ എന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു.
രാത്രിയിലും നിരീക്ഷണം തുടരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ നഗരസഭ പ്രതിഭാസംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്ന് SSLC+2 പരീക്ഷകളിൽ സമ്പൂർണ്ണ A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സ്കൂളുകളെയുമാണ് അനുമോദിച്ചത്. അയ്യങ്കാളി ഹാളിൽ നടന്ന അനുമോദന സദസ്സ് നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ പുതിയ തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പഠനത്തിന്റെ രീതികളുമായി അതോടൊപ്പം തന്നെ സ്വാഭാവികമായി വിദ്യാർത്ഥികളുടെ പൊതുവായിട്ടുള്ള ഒരു മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ള വിദ്യാർത്ഥികളൊക്കെ മോശമാണ് എന്ന മട്ടിൽ പറയുന്നതിലാണ്. അനുമോദന ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ P. ജിഷ, ഫാത്തിമത്ത് ഫർസാന, നഗരസഭാ സെക്രട്ടറി PS. രാജേഷ്, ക്ലീൻ സിറ്റി മാനേജർ KC അശോക് എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് ഒറ്റപ്പാലം ബ്ലോക്ക് ക്ലസ്റ്റർ കുടുംബശ്രീ അരങ്ങ സർഗോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ ഷൊർണൂർ കുടുംബശ്രീയെയും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, കലാം ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം പിടിച്ച പ്രതിഭ ദേവദത്ത് ദീപകിനെയും ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഭിന്നശേഷിക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ സഹകരണത്തോടെ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുച്ചക്ര വാഹനം വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് സൈഡ് വീൽ ഘടിപ്പിച്ച വാഹനം വാങ്ങിയത്. വിതരണോദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K. ബിനുമോൾ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ശാലിനി കറുപ്പേഷ്, മാധുരി പത്മനാഭൻ, പ്രീത മോഹൻദാസ്, R. ചന്ദ്രൻ, M. ശ്രീധരൻ, MH സഫ്ദർ ഷെരീഫ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. രാമൻകുട്ടി, സാമൂഹ്യനീതി ഓഫീസർ V. അശ്വതി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സൗഹൃദത്തിന്റെ വെളിച്ചം വിതറിയ വൈവിധ്യ ആശയങ്ങളുടെ വേദിയായി വനിതകളുടെ ഈദ് സൗഹൃദ സംഗമം ശ്രദ്ധേയമായി. ജമാഅത്തെ ഇസ്ലാമി പറളി ഏരിയ വനിതാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പറളി സെന്റർ മസ്ജിദിലാണ് സംഗമം സംഘടിപ്പിച്ചത്. പറളി പഞ്ചായത്ത് പ്രസിഡന്റ് K. രേണുകാദേവി സംഗമം ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി വനിതാ വിഭാഗം ഏരിയ കൺവീനർ ഹസന റഷീദ് അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം സംസ്ഥാന സമിതി അംഗം KK സഫിയ ടീച്ചർ ഈദ് സന്ദേശം നൽകി. റിട്ടയർഡ് തഹസിൽദാർ റോസി ലിജോയ്, ഭാഗ്യലക്ഷ്മി, EV സഫിയ, ഫാത്തിമ ജസ്മി, ഷിജി, പുഷ്പലത, ഗീത സതീഷ്, ശാന്തകുമാരി, പ്രീത, ഗിരിജ, സുപ്രിയ, റഫിയ, സിസിലി എന്നിവർ സംസാരിച്ചു. പറളി ഏരിയ സൗഹൃദവേദി പ്രതിനിധി ഷാഹുൽ ഹമീദ് സമാപന പ്രസംഗം നടത്തി. വനിതാ ഏരിയ സെക്രട്ടറി മുംതാസ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മറിയ നന്ദിയും പറഞ്ഞു. അജ്നിഷ പ്രാർത്ഥന ചൊല്ലി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചരിത്രത്തിൽ ആദ്യമായി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടിയെത്തി. ഭരതനാട്യം അധ്യാപകനായ ഡോക്ടർ RLV രാമകൃഷ്ണന്റെ ശിക്ഷണത്തിലാണ് 6 മാസം ഭരതനാട്യം പഠിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കാൻ കലാമണ്ഡലം അവസരമൊരുക്കിയത്. പിറവം മാമലശ്ശേരി വീട്ടിൽ എൽദോയുടെയും ഹണിയുടെയും മകനായ 11-കാരൻ ഡാനിയേൽ എൽദോയാണ് കലാമണ്ഡലത്തിലെത്തിയത്. 6 മാസത്തെ കോഴ്സിനാണ് ഡാനിയേൽ എൽദോ ചേർന്നിരിക്കുന്നത്. ഇവർ വർഷങ്ങളായി ഓസ്ട്രേലിയയിൽ താമസിച്ചു വരുന്നു. ഡാനിയലിന് ഭരതനാട്യം പഠിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ മകന്റെ ആഗ്രഹം രക്ഷിതാക്കൾ സാധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ പിതാവിനൊപ്പമാണ് കലാമണ്ഡലത്തിലെത്തിയത്. കൂത്തമ്പലത്തിൽ വന്നതിനു ശേഷം കൂത്തമ്പലത്തിനെയും ആശാൻ രാമകൃഷ്ണനെയും ഡാനിയേൽ നമസ്കരിച്ചതിനു ശേഷമാണ് ഭരതനാട്യം പഠിക്കാൻ തുടക്കമിട്ടത്. തുടർന്ന് ഭരതനാട്യത്തിൻ്റെ മുദ്രകളും സ്റ്റെപ്പുകളും കാണിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഡാനിയേലും അവതരിപ്പിച്ചപ്പോൾ കലാമണ്ഡലത്തിൻ്റെ ചരിത്ര മുഹൂർത്തത്തിന് ഒരു വരിയും കൂടി എഴുതി ചേർക്കാം. ഭരതനാട്യം പഠിക്കാൻ ആൺകുട്ടി എത്തി എന്നത്. കലാമണ്ഡലത്തിൽ ആൺകുട്ടികൾക്ക് ഭരതനാട്യം പഠിക്കാൻ ഇതുവരെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം മുതലാണ് ആൺകുട്ടികൾക്കും ഭരതനാട്യം പഠിക്കാൻ അവസരം കലാമണ്ഡലം ഒരുക്കിയത്. എന്നാൽ കഴിഞ്ഞ വർഷം ആൺകുട്ടികൾ പഠിക്കാനെത്തിയില്ല. ഈ വർഷമാണ് ആദ്യമായി ഒരു ആൺകുട്ടി കലാമണ്ഡലത്തിൽ ഭരതനാട്യം പഠിക്കാൻ എത്തുന്നത് എന്ന് കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ P. രാജേഷ് കുമാർ പറഞ്ഞു. നിലവിൽ കലാമണ്ഡലത്തിൽ പഠിച്ച് പരിശീലനം കഴിഞ്ഞവരെല്ലാം തന്നെ കലാമണ്ഡലം എന്നൊരു
ഒരു ടൈറ്റിൽ ഉപയോഗിക്കാറുണ്ട്. അത് എന്തായാലും ഈ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് ചേരുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെ നമ്മൾ നിബന്ധന വയ്ക്കുന്നുണ്ട്. കാരണം വർഷങ്ങളോളം കലാമണ്ഡലത്തിൽ ചേർന്ന് 8 വർഷവും 10 വർഷമൊക്കെ പഠിക്കുന്ന ആൾക്കാർ അവരുടെ ഒരു സമയവും അവരുടെ എഫേർട്ടും എല്ലാം നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടൈം കോഴ്സുകൾക്ക് അത്തരത്തിലുള്ളൊരു ആനുകൂല്യം ഉണ്ടാവില്ല. അതേസമയം ആ കലാരൂപങ്ങളെ പരിചയപ്പെടുത്താനും അതുപോലെ ആ കലാരൂപങ്ങൾ അഭ്യസിക്കാനുമുള്ള ഒരു സാഹചര്യം അവർക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയതിന് കലാമണ്ഡലത്തിനോട് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഡോക്ടർ RLV രാമകൃഷ്ണൻ പ്രതികരിച്ചു. ഇത് ഡാനിയൽ എൽദോജോയ് ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഒരു ഷോർട്ട് ടൈം കോഴ്സിനായിട്ട് ഭരതനാട്യം പഠിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഡാനിയൽ ആക്ച്വലി ഓസ്ട്രേലിയൻ സിറ്റിസനാണ്, പക്ഷേ കേരളത്തിലാണ് വേരുകൾ. പിറവത്തും തിരുവനന്തപുരത്താണ് മാതാപിതാക്കളുടെ വീടുകൾ. അങ്ങനെ ഒരു നർത്തകനാവാനാണ് ഏറ്റവും വലിയ മോഹം ഡാനിയലിൻ്റെ. അപ്പം ഞാൻ ഈ അടുത്ത് ഓസ്ട്രേലിയൻ പരിപാടിക്ക് പോയപ്പോൾ എൻ്റെ നൃത്ത പരിപാടി കാണാൻ വരികയും അന്ന് അവിടുത്തെ നൃത്ത പരിപാടിയിൽ ഒരു ചെറിയൊരു ഐറ്റം അന്ന് പഠിക്കുകയും ചെയ്തിരുന്നു. ബേസിക്കലി ഡാനിയൽ നേരത്തെ നൃത്തം പഠിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് കലാമണ്ഡലവുമായിട്ട് എങ്ങനെ സഹകരിക്കാം അല്ലെങ്കിൽ എങ്ങനെ കോഴ്സിന് വരാമെന്ന് അന്ന് മുതൽ നിരന്തരം ആവശ്യപ്പെടുകയും രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കോഴ്സിന് സാധാരണ എനിക്ക് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളും അല്ലെങ്കിൽ ചെറിയ കുട്ടികളും വന്നിട്ടില്ല. 8ാം ക്ലാസ്സിലേക്ക് ഫുൾ ടൈം കോഴ്സിനാണ് അഡ്മിഷൻ ഉള്ളത്. അപ്പോൾ ഷോർട്ട് ടൈം കോഴ്സിന് ആദ്യമായിട്ടൊരു കുട്ടി ചേരുകയാണ്. അതിൻ്റെ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആദ്യമായി കലാമണ്ഡലത്തിലെത്തിയ ഭരതനാട്യം വിദ്യാർത്ഥിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണെന്ന് കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത പ്രസാദ് പറഞ്ഞു. ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ച് എപ്പോഴും പറയും, നമ്മൾ ചിലപ്പോൾ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് വ്യക്തമായൊരു തീരുമാനം ഉണ്ടാവില്ല തൻ്റെ ഭാവിയെക്കുറിച്ച്. പക്ഷേ ഡാനിയലിന് ഞാനിന്ന് രാവിലെ സംസാരിച്ച്, അപ്പോൾ ഡാനിയലിന് വ്യക്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവാൻ ഒരു നർത്തകനാവണം, അത് ഭരതനാട്യം തന്നെ വേണമെന്ന് നല്ലൊരു തീരുമാനത്തോടു കൂടിയാണ് ഡാനിയൽ ഇവിടെ വന്ന് ചേർന്നിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ മാഷ് പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ് ഈ പ്രായത്തിലൊരു കുട്ടി എനിക്ക് ഷോർട്ട് കോഴ്സ് ഇവിടെ ചേർന്ന് പഠിക്കണമെന്ന് പറഞ്ഞിട്ട് വരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട് സമഗ്ര വെൽനസ് എഡ്യൂക്കേഷൻ സൊസൈറ്റി വിജ്ഞാന ജ്വാല 2025 സംഘടിപ്പിച്ചു. മുട്ടിക്കുളങ്ങര MA ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന സമ്മേളനം +2 പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പാലക്കാട് ബിഗ് ബസാർ സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. +2-ൽ 75% മാർക്ക് നേടിയ പാലക്കാട് ജില്ലയിലെ 600 വിദ്യാർത്ഥികളെയാണ് വിജ്ഞാന ജ്വാല 2025 എന്ന പേരിൽ അനുമോദിച്ചത്. അനുമോദന സമ്മേളനം 1200-ൽ 1200 മാർക്കും കരസ്ഥമാക്കിയ ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഡാനിഷ് അഹമ്മദ് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഗൺഷൂട്ട് നാഷണൽ വിന്നർ ശരണ്യാദേവി മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ സോളമൻ പയസ്, ലിബിൻ, TS വാണി, ജോസ് ചാലക്കൽ, ധന്യ, നീനു സണ്ണി, പ്രേംജിത്ത് കരിമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർമുണ്ടായ പെൻഷനേഴ്സ് കൂട്ടായ്മയും സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷനും സംയുക്തമായി SSLC +2 വിജയികളെ അനുമോദിച്ചു. കൗൺസിലർ PG ഷാ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ മുണ്ടായ ഫസ്റ്റ് യൂണിറ്റിന്റെയും പെൻഷനേഴ്സ് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 24-ാം വാർഡിലെ SSLC +2 വിജയികളെയാണ് ഉപഹാരം നൽകി അനുമോദിച്ചത്. മുണ്ടായ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങ് കൗൺസിലർ PG ഷാ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് T കുമാരൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി N മുണ്ടൻ സ്വാഗതം പറഞ്ഞു. മേഖലാ ട്രഷറർ N ലോഹിതാക്ഷൻ, ജോയിന്റ് സെക്രട്ടറി KT രാമചന്ദ്രൻ, TR സന്തോഷ് കുമാർ, യൂണിറ്റ് ട്രഷറർ P പത്മിനി, ജോയിന്റ് സെക്രട്ടറി NP സരസ്വതി, മേഖലാ സെക്രട്ടറി K ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങളൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നതിന് വേറൊരു സംവിധാനത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഇത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇവിടുത്തെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. എൻ്റെ മകളൊരു ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ സ്കൂളിൽ ഒരു മാസം ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം 25,000 രൂപ വേണം ഫീസ്. അവിടേക്ക് നമ്മളിതൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ബുക്കും കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓൺലൈനിലായിട്ട് പഠിക്കുകയാണ്. കുട്ടി ടീച്ചറെന്ന് വിളിക്കില്ല, മാഡം വിളിക്കില്ല, യാതൊന്നുമില്ല. കുട്ടികൾ എന്താ വിളിക്കുക? ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കിൽ ഡെവലപ്മെന്റ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. കുഴൽമന്നം BRCയുടെ കീഴിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കുഴൽമന്നം
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.കെ. ദേവദാസ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് നമ്മുടെ രാജ്യത്തിന് റവന്യൂ ഇൻകം ഉണ്ടാക്കുന്ന GST, ആ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാനും ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാനും അതുമായി ബന്ധപ്പെട്ട് കഴിയും. മറ്റൊന്നാണ് കാർഷിക മേഖല. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ സയൻസ് ഗ്രൂപ്പിൽ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ഒരു പുതിയ ചുവടുവയ്പ്പിന് കൂടി തുടക്കം കുറിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷ കേരളയും രംഗത്ത്. ആധുനിക ലോകത്ത് ജീവിക്കാൻ പ്രാപ്തമാകും വിധം അറിവുള്ളവരാക്കി വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ പ്രവേശനോത്സവമാണ് നടന്നത്. കോട്ടായി പഞ്ചായത്ത് പ്രസിഡന്റ് എ. സതീഷ് അധ്യക്ഷത വഹിച്ചു. 22 ലക്ഷത്തോളം രൂപ ചെലവിൽ സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സജ്ജമാക്കിയ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ GST അസിസ്റ്റന്റ്, സർവീസ് ആൻഡ് മെയിൻ്റനൻസ് ടെക്നീഷ്യൻ, ഫാം മെഷീനറി എന്നീ കോഴ്സുകളാണുള്ളത്. ഓരോ കോഴ്സിനും 25 കുട്ടികൾ വീതം ആകെ 50 കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ തികച്ചും സൗജന്യമായി തൊഴിൽ പരിശീലനം നൽകുന്നത്. ജില്ലാ പ്രൊജക്ട് ഓഫീസർ M.R. മഹേഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. റിട്ടയർഡ് പ്രിൻസിപ്പാൾ V.K. കൃഷ്ണലീല മുഖ്യാതിഥിയായി. കുഴൽമന്ദം BPC R. അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K. കുഞ്ഞലക്ഷ്മി, കോട്ടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CR. അനിത, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ V. വിനീത, ഡയറ്റ് ഫാക്കൽറ്റി സുനിൽ അലക്സ്, HM ഫോറം കൺവീനർ V. കൃഷ്ണാനന്ദൻ, പ്രധാനാധ്യാപിക BD ബിന്ദു, PTA പ്രസിഡന്റ് C. ജയദാസ്, BRC ട്രെയിനർ ഡോക്ടർ S. ജഷി, ക്ലസ്റ്റർ കോർഡിനേറ്റർ N. നിഷാന എന്നിവർ സംസാരിച്ചു. കോട്ടായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് P. മണികണ്ഠൻ സ്വാഗതവും സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ കോർഡിനേറ്റർ ഷിമ പ്രഭ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള കലാമണ്ഡലത്തിൽ നിന്നും വിരമിച്ച അധ്യാപകരുടെയും ജീവനക്കാരുടെയും മുൻ വിദ്യാർത്ഥികളുടെയും യോഗം ചേർന്നു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം ഹാളിലായിരുന്നു യോഗം. കലാമണ്ഡലത്തെ സംരക്ഷിക്കുക, അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംരക്ഷണ സമിതി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഹാളിൽ പൊതുയോഗം ചേർന്നത്. മഹാകവി വള്ളത്തോളിന്റെ പേരമകൻ മുരളി വള്ളത്തോളിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം കലാമണ്ഡലം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. K. ജയകുമാർ മറ്റു നിരവധി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള കലാമണ്ഡലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായത് ഈ കേരളത്തിലെ തന്നെ ജനങ്ങളോ അതോ ഉദ്യോഗസ്ഥരോ അതോ ഭരണകർത്താക്കളോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് കേരള കലാമണ്ഡലം സംരക്ഷണ സമിതി, ഒരു പ്രൊട്ടക്ഷൻ കൗൺസിൽ. അതിലൂടെ നല്ല രീതിയിൽ ഈ സ്ഥാപനത്തിന് എന്തെല്ലാം കുറവുകളാണ് ഉണ്ടായത്, ആ കുറവുകൾ ഓരോന്നോരോന്നായിട്ട് പരിഹരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി എല്ലാവരുടെയും സഹകരണത്തോടെ മുന്നോട്ട് നീങ്ങുമെന്ന് ഇതിനാൽ ദൈവനാമത്തിൽ മഹാകവിയുടെ പേരിനോട് ഒപ്പം ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കുക. പുതിയ ഭാരവാഹികളായി രക്ഷാധികാരി ബാലചന്ദ്രൻ KG കടയ്ക്കൽ, പ്രസിഡന്റ് മുരളി വള്ളത്തോൾ, വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ശ്രീദേവി പത്തനംതിട്ട, സെക്രട്ടറി K. ജയകുമാർ കൊല്ലം, ജോയിന്റ് സെക്രട്ടറി ഉഷാകൃഷ്ണൻ മാഹി, ഖജാൻജി കൃഷ്ണപ്രിയ തൃശൂർ എന്നിവരെയും മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ കൈമുകുന്നത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ നവീകരണം നടത്താൻ തീരുമാനമായതായി മണ്ണൂർ കൈമുകുന്നത്തുകാവ് ക്ഷേത്രം ട്രസ്റ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരി ക്ഷേത്രതന്ത്രി ആചാരപ്രകാരമുള്ള അഷ്ടമംഗല്യ പ്രശ്നം നടത്തി പരിഹാരക്രിയകളും നവീകരണ കലശവും നടത്തുവാനും തീരുമാനമായി. നവീകരണം സംയോജിതമായി പൂർത്തീകരിക്കുമെന്നും ട്രസ്റ്റി ബോർഡ് അറിയിച്ചു. ശ്രീകോവിലിനെ സംബന്ധിച്ച് അല്പസ്വല്പം അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അതിനെ പരിഹരിക്കുവാൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് നോക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം താന്ത്രിക വിധിപ്രകാരം തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നമുക്ക് ശ്രീകോവിലിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം കൂടാതെ നമുക്ക് ശ്രീകോവിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അദ്ദേഹം അടുത്ത ദിവസം തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
എന്ന ശേഷം ഭഗവതിയുടെ മഴവെള്ളാത്ത സംവിധാനം ആദ്യം ഏർപ്പെടുത്തുകയും അതിനുശേഷം നവീകരണം അഷ്ടമംഗല്യ പ്രശ്നം നടത്തി അപാകതകൾ തീർത്ത് നവീകരണ കലശം ശുദ്ധികലശവും നടത്തുവാൻ ഉദ്ദേശിച്ചു. അതിന് വേണ്ട ആദ്യ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ക്രമേണ അത് പടിപടിയായി എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി നടത്തുവാൻ ട്രസ്റ്റി ബോർഡ് തീരുമാനിച്ചിട്ടുള്ള വിവരം പൊതുജനങ്ങളെ അറിയിക്കുന്നു. കെ ജയരാജന്റെ ക്യാരക്ടർ ആൻഡ് ആറ്റിറ്റ്യൂഡ് പ്രകാശനം ചെയ്തു. പ്രഭാഷകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ പുസ്തക പ്രകാശനം നിർവഹിച്ചു. ഷൊർണൂർ മാനസ കൾച്ചറൽ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകാശന പരിപാടിയിൽ പ്രഭാഷകൻ കിഴക്കൂട്ട് ഗോപാലകൃഷ്ണൻ പുസ്തകത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഷൊർണൂർ നഗരസഭ മുൻ ചെയർമാൻ എം നാരായണന് നൽകിയാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചത്. മാനസ ട്രസ്റ്റ് ചെയർമാൻ മണികണ്ഠൻ മാനസ അധ്യക്ഷത വഹിച്ചു. സ്വാമി വിവേകാനന്ദ പഠനകേന്ദ്രം ഡയറക്ടർ അഡ്വക്കേറ്റ് പ്രഭാശങ്കർ, കെ പരമേശ്വരൻ, അലി പള്ളം, ആഷിഖ് കുളപ്പുള്ളി, കെ ടി ഷാജി, ശ്രീജ ഹരിദാസ്, രാധിക, കെ ജയരാജൻ, വനമിത്ര മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എന്നാൽ ഞാനതിന് പിന്നെ അത്ര വായന കുറയുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായില്ല. ഇപ്പൊ വായനയുടെ രീതി മാറിയിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ ഇത്തരം കാര്യങ്ങളൊക്കെ സാങ്കേതിക വിദ്യയുടെ കമ്പ്യൂട്ടർ, മൊബൈല് ഇത്തരം സാധനങ്ങളൊക്കെ വന്നതോടുകൂടി സാങ്കേതിക വിദ്യ പുസ്തകത്തോടുകൂടിയിട്ട് വായനയുടെ രീതി മാറിയിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലാ ചെസ് അസോസിയേഷൻ ഓപ്പൺ ചെസ് അണ്ടർ 9 വിഭാഗത്തിൽ KP ദേവാനന്ദ് ചാമ്പ്യനായി. വാണിയംകുളം മാന്നന്നൂർ കുന്നത്ത് വീട്ടിൽ RBI ഉദ്യോഗസ്ഥൻ KS പ്രസാദിന്റെയും വാടാനംകുറിച്ചി ഗവൺമെന്റ് സ്കൂൾ അധ്യാപിക മനുശ്ശേരി രാരാത്തൊടി രശ്മിയുടെയും മകനാണ്. ഈ മാസം 13-ന് എറണാകുളത്ത് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ ദേവാനന്ദ് യോഗ്യത നേടി. മാറ്റുലി. കേരളത്തിൽ ഇടതുഭരണത്തിന് വീണ്ടും തുടർച്ചയുണ്ടാകുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. UDF സംവിധാനം ദുർബലമാണെന്നും BJPയുടെ വളർച്ച കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്നുമാണ് ഇതിന് കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമുണ്ടെന്ന് വാദിക്കുന്നവരും കുറവല്ല. കേരളത്തിൽ തുടർച്ചയായി മൂന്നാമതും ഇടതുഭരണമുണ്ടാകുമോ? മാറ്റുലിയിലേക്ക്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അനുകൂലമായ തരംഗമാണ് നിലനിൽക്കുന്നത്. ഇവിടെ 72 ലക്ഷം കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത്. 62 ലക്ഷം പേർക്ക് ക്ഷേമ പെൻഷൻ കേരളത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. ഇന്ത്യ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ സാർവത്രികമായി പെൻഷൻ വിതരണം ചെയ്യുന്നത്. അതുപോലെ സൗജന്യ വിദ്യാഭ്യാസവും സൗജന്യ ചികിത്സയും ഇന്ത്യ രാജ്യം ഇത്രയും സാർവത്രികമായിട്ട് ലഭിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. 52 കോടി രൂപയുടെ സാമ്പത്തികമായിട്ട് നമ്മളെ 52 കോടി രൂപ തരാനുള്ളത് തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. എന്നിട്ടും കേരളത്തിൽ ആശുപത്രി, റോഡ്, സ്കൂള് വികസനത്തിൻ്റെ ഒരു വിപ്ലവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അനുകൂലമായി, പിണറായി വിജയൻ സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. കേരളത്തിലെ LDF സർക്കാരിനെതിരെ ജനവികാരം ഉണ്ട് എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും. മാറ്റുലി. പ്രധാന വാർത്തകൾ വീണ്ടും. വായനയെ സമീപിക്കേണ്ടത് നാളെയുടെ ഗതി നിർണ്ണയിക്കും വിധമാകണമെന്ന് കഥാകൃത്ത് വൈശാഖൻ. ഇടതുപക്ഷക്കാരിൽ ആ ഗുണമുണ്ട്. വായനക്കാരനെന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് അത്തരമൊരു സമീപനം കാണുന്നില്ലെന്നും വൈശാഖൻ. പാലക്കാട്ട് ലൈബ്രറി കൗൺസിലിന്റെ ത്രിദിന പുസ്തകോത്സവത്തിന് തുടക്കം. തൃപ്പുറ്റപ്പാടത്ത് സാമൂഹ്യവിരുദ്ധർ അറവുമാലിന്യം തള്ളിയ സംഭവത്തിൽ BJP നടത്തിയത് സമരാഭാസമെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്. BJP പ്രകടിപ്പിച്ചത് ഷൊർണൂരിനെ ശുചിത്വ നഗരസഭയാക്കിയതിലുള്ള അസഹിഷ്ണുത. ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ അറവുമാലിന്യം നീക്കാൻ നഗരസഭാ ശുചീകരണ തൊഴിലാളികൾക്ക് സൗകര്യമൊരുക്കാൻ മുന്നോട്ട് വരികയാണ് വേണ്ടിയിരുന്നതെന്നും ചെയർമാൻ. ഷൊർണൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കംഫേർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടി. കംഫേർട്ട് സ്റ്റേഷൻ താൽക്കാലികമായി അടച്ചത്
സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാലിന്യം പുറത്തേക്ക് ഒഴുകുന്ന സാഹചര്യത്തിൽ നഗരസഭാ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി BJP. LDF തൃശൂർ ജില്ലാ കൺവീനറായി PK ചന്ദ്രശേഖരനെ തെരഞ്ഞെടുത്തു. LDF ജില്ലാ കമ്മിറ്റി യോഗം പുതിയ കൺവീനറെ തെരഞ്ഞെടുത്തത് KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിൽ. PK ചന്ദ്രശേഖരൻ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. കഞ്ചിക്കോട് വാളയാർ വനയോര മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടമെത്തി. വനാതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത് 16 കാട്ടാനകൾ. ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തിയത് ഒരു കുട്ടിയാന ഉൾപ്പെടെ 5 ആനകൾ. ആനകൾ കൂട്ടം തെറ്റിയെത്തിയതാകാമെന്ന് സംശയം. ട്രോളിംഗ് നിരോധനം തുടങ്ങി. യന്ത്രവൽകൃത വള്ളങ്ങൾക്ക് മത്സ്യബന്ധനത്തിന് പൂർണ്ണ നിരോധനം. പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കുന്നതിന് വിലക്കില്ല. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.